ഗ്രാമത്തിലെ മാർക്കറ്റിൽ സുധാന്റെ പക്കോട കടയുണ്ടായിരുന്നു. അദ്ദേഹം കട തുറന്നതും തന്നെ അവിടേക്ക് കസ്റ്റമേഴ്സിന്റെ കൂട്ടം വരാൻ തുടങ്ങും. എനിക്ക് ഒരു പ്ലേറ്റ് ഓണിയൻ പക്കോട. എനിക്ക് ഉരുളക്കിഴങ്ങ് പക്കോട. സുധാൻ ഒരുപാട് സന്തോഷത്തോടെ ഇരുന്നു. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന്റെ വ്യാപാരം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ അദ്ദേഹത്തിന്റെ കടയിൽ കസ്റ്റമേഴ്സിന്റെ കൂട്ടത്തിന് ഒരു കുറവുമില്ലായിരുന്നു. ഇവിടെ നോക്കൂ ചേട്ടാ, എനിക്ക് 2 പ്ലേറ്റ് ഉള്ളി പക്കോടയും പിന്നെ 2 പ്ലേറ്റ് ഉരുളക്കിഴങ്ങ് പക്കോടയും. ഇതാ ചേട്ടാ. എന്റെ ചേട്ടാ, ഞാൻ നിങ്ങളടുത്ത് ദിവസം ഈ പക്കോട വാങ്ങല്ലേ, കുറച്ച് പക്കോട ചേർത്തിട്ടു ചേട്ടാ. ചേട്ടാ, ഞാൻ അളവിനേക്കാളും കൂടുതൽ എന്റെ കുടുംബത്തിന് പോലും കൊടുക്കാറില്ല. ചേട്ടൻ വാങ്ങാണ് വാങ്ങിച്ചോ, ഇല്ലെങ്കിൽ വിട്ടേക്ക്. ശരി ശരി, തന്നേക്ക്. സുധാൻജിയുടെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ സുധയുണ്ടായിരുന്നു. എത്തിയോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കായിരുന്നു. കേട്ടോ, എന്റെ അനിയത്തിയുടെ ഭർത്താവ് അവൾക്കൊരു നെക്ലേസ് വാങ്ങിക്കൊടുത്തത്രേ. പക്ഷെ നിങ്ങളും ഉണ്ടല്ലോ, എനിക്കൊന്നും വാങ്ങി തരില്ല. അങ്ങനെയാണോ? പോയ മാസമല്ലേ നിനക്ക് ഞാൻ പുതിയ സാരി വാങ്ങി തന്നത്? അതെ അതെ, ഓർമ്മയുണ്ട്. അതും ഒരു സാധാരണ സാരി. സാധാരണ സാരിയോ ഞാൻ നിനക്ക് വാങ്ങി തന്നല്ലേ? നിങ്ങളെപ്പോലെ ഒരു കഞ്ചൂസായ ഭർത്താവിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. മാസം മാസം നിങ്ങൾ മാത്രം പുതിയ പുതിയ ഡ്രസ്സുകൾ വാങ്ങുന്നു. ഒരേ ഒരു മാസം എനിക്കൊരു സാരി വാങ്ങി തന്നിട്ട് ഇത്രയും സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. എനിക്ക് വാങ്ങിയാൽ എന്താ? പൈസ ഉണ്ടാക്കുന്നത് ഞാനല്ലേ. എന്തെങ്കിലും ചെയ്യൂ. സുധാൻജി സ്വഭാവത്തിൽ സ്വാർത്ഥനാണ്. അവൻ എപ്പോഴും അവനെക്കുറിച്ച് മാത്രമേ ആലോചിക്കാറുള്ളൂ. സുധാൻജിയുടെ പക്കോട കട വളരെ നന്നായി പോയിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിന് ലാഭവും ഒരുപാട് കിട്ടി. പെട്ടെന്നൊരു ദിവസം സുധാൻജിയുടെ കടയിലെ മുൻപിലായി മറ്റൊരു കട ഓപ്പൺ ചെയ്തു. ഭൗരവിന്റെ ആലു പഫ് സ്റ്റാൾ. പുതിയ കട കണ്ടപ്പോൾ കസ്റ്റമേഴ്സ് അവിടേക്ക് പോകാൻ തുടങ്ങി. അല്ല ചേട്ടാ, ഇതെന്താണ്? ഇത് സിറ്റിയിൽ വിൽക്കുന്ന ഫേമസ് ആയ ഉരുളക്കിഴങ്ങ് പഫ്സ് ആണ്. സിസ്റ്റർ, നിങ്ങൾ ഒരു പ്രാവശ്യം കഴിച്ചാ പിന്നെ നിങ്ങൾ വീണ്ടും വേണം ചോദിക്കും. ശരി ചേട്ടാ, ഒന്ന് തരൂ. ഇപ്പൊ തന്നെ ഞാൻ തരാം. ഗൗരവ് അവൾക്ക് ഒരു ഉരുളക്കിഴങ്ങ് പപ്സ് നൽകി. അത് കഴിച്ചതും തന്നെ അവൾക്ക് ഒരുപാട് ഇഷ്ടമായത്. ഇത് നല്ല രുചിയുണ്ടല്ലോ, ഇനി ഞാൻ ദിവസവും ഇവിടെ വന്ന് കഴിക്കും. ഇനി മുതൽ ആരാ ആ പിശുക്കന്റെ കടയിൽ ചെന്ന് പക്കോട കഴിക്കുക? സുധാൻജിയുടെ ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോൾ പക്കോടയ്ക്ക് പകരം ഉരുളക്കിഴങ്ങ് പപ്സ് കഴിക്കാൻ തുടങ്ങി. പതുക്കെ പതുക്കെ സുധാൻജിയുടെ എല്ലാ കസ്റ്റമേഴ്സും ഗൗരവിന്റെ കടയിലേക്ക് വന്നു. ഇത് കണ്ടിട്ട് സുധാൻജി ഒരുപാട് വിഷമിച്ചു. ഈ ഉരുളക്കിഴങ്ങ് പപ്സ് ഈ നാട്ടില് പുതിയതാണ്. കുറച്ച് ദിവസത്തേക്ക് മറന്ന് എല്ലാവരും തിരിച്ച് എന്റെ പക്കോട കഴിക്കാൻ വരുമെന്ന് തോന്നുന്നു. സുധാൻജി അദ്ദേഹത്തെ അധികം തന്നെ സമാധാനപ്പെടുത്തി. ദിവസങ്ങൾ കടന്നുപോയി. പക്ഷേ ഗൗരവിന്റെ ഉരുളക്കിഴങ്ങ് പപ്സ് വളരെ നന്നായിരുന്നു. അതുകൊണ്ട് ആ കസ്റ്റമേഴ്സ് ഒക്കെ വീണ്ടും അദ്ദേഹത്തിന്റെ കടയിലേക്ക് തന്നെ പോയി. ഈ ഉരുളക്കിഴങ്ങ് പപ്സുകാരൻ എന്റെ വ്യാപാരം തന്നെ നശിപ്പിച്ചല്ലോ. ഇവൻ എവിടുന്നാണ് വന്നത്? ഇവന് വന്നിട്ടില്ലെങ്കിൽ എന്റെ വ്യാപാരം നന്നായിട്ട് പോയേനെ. സുധാൻജി ആലോചിക്കാൻ തുടങ്ങി എങ്ങനെ ആ ഗൗരവിനെ അവിടെ നിന്നും തുരത്താമെന്ന്. ഗൗരവ് വളരെ സന്തോഷത്തോടെ ആയിരുന്നു. അവന്റെ വ്യാപാരം നല്ല രീതിയിൽ പോയതുകൊണ്ട്. എന്റെ രാമാ, നിനക്ക് വളരെ നന്ദിയുണ്ട്. എന്റെ പ്രശ്നങ്ങളൊക്കെ നീ തീർത്തു വെച്ചല്ലോ ദൈവമേ. ഗൗരവ് സ്വഭാവത്തിൽ വളരെ ദയാശീലമുള്ളവനാണ്. ആരെങ്കിലും കഷ്ടപ്പെടുന്നവരെ കണ്ടാൽ അവൻ അവന്റെ കടയിൽ നിന്നും ആലു പപ്സ് അവർക്ക് നൽകും. അവന്റെ പ്രവൃത്തികളൊക്കെ സുധാൻജി ദൂരെ നിന്നും ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഇവൻ വളരെ നല്ലവനായിട്ടുണ്ടല്ലോ. ഇവനെ വളരെ എളുപ്പം തന്നെ ഒരു വിഡ്ഢിയാക്കാൻ പറ്റും. അതിനു മുമ്പ് ഞാൻ അവന്റെ ഒരു സുഹൃത്തായിരിക്കണം. ഇത് ആലോചിച്ചിട്ട് സുധാൻജി പതുക്കെ പതുക്കെ ഗൗരവിനോട് ചെന്ന് സംസാരിക്കാൻ തുടങ്ങി. എന്താ ചേട്ടാ, എങ്ങനെ പോകുന്നുണ്ട്? നന്നായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾ പറയൂ. നിങ്ങളുടെ ഉരുളക്കിഴങ്ങ് പഫ് വളരെ രുചിയുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്കും കഴിക്കാൻ തന്നൂടെ? ദോ ഇപ്പൊ തന്നെ തരാം. ഗൗരവ് സുധാജിക്ക് ഒരു പപ്സ് കൊടുത്തു. അത് സുധാൻജി കഴിച്ചു നോക്കി. എന്റെ അമ്മോ, ഇത് നല്ല രുചിയുണ്ടല്ലോ. അങ്ങനെ തന്നെ ഒരു പുതിയ ഐറ്റം കഴിച്ചോണ്ട് നല്ല രുചിയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ? എനിക്ക് അത് മതി. ഈ ഐറ്റം ഒക്കെ നിങ്ങൾ ഒരു വലിയ കട തുറന്നാണ് ചെയ്യേണ്ടത്. എന്റെ ആഗ്രഹം അത് തന്നെയാണ്. പക്ഷേ വലിയ കട തുറക്കാൻ വേണ്ടിയുള്ള കാശ് എൻ്റെ അടുത്തില്ല. ഞാനും അതുപോലെ കട തുറക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ചേർന്ന് തന്നെ കട തുറക്കാം. 2 കൗണ്ടർ ഉണ്ടാവും. നിങ്ങൾ ഉരുളക്കിഴങ്ങ് പഫ് വിറ്റോളൂ, ഞാൻ എന്റെ പക്കോട വിറ്റോളാം. അങ്ങനെ വെച്ചാൽ പാർട്ട്ണർഷിപ്പാണോ? ആ, അതുപോലെ തന്നെ. ഞാൻ ഒരു വലിയ മാർക്കറ്റിലെ ഒരു കട കണ്ടുവച്ചിട്ടുണ്ട്. വാവ്, ശരിക്കും ഇതൊരു വലിയ കാര്യം തന്നെ. വലിയ മാർക്കറ്റില് നല്ല വ്യാപാരം നടക്കും. അതെ, അങ്ങനെ തന്നെ. ഞാനും കുറെ കാലമായിട്ട് ആള് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. പകുതി പണം അവരിടണം, എനിക്ക് പാർട്ട്ണറായിട്ട് ചേരണം. വലിയ മാർക്കറ്റില്
വില എന്താണ്? അത് 6 ലക്ഷം റുപ്യ ഉണ്ടാവും. എൻ്റെ അടുത്ത് 3 ലക്ഷം റുപ്യ ഉണ്ട്. ഇന്നും ഒരു 3 ലക്ഷം ആവശ്യമാണ്. ശരി, അത് ഞാൻ തരാം. നാളെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞോളാം. ശരി ഏട്ടാ. സുധാൻജി ഗൗരവിനെ അദ്ദേഹത്തിന്റെ വലയിൽ വീഴ്ത്തി. ഗൗരവ് വീട്ടിലേക്ക് ചെന്ന് നടന്ന സംഭവങ്ങളൊക്കെ തന്റെ ഭാര്യ ലതയോട് പറഞ്ഞു. ഇത് വളരെ നല്ല കാര്യമാണ്. എൻ്റെ അടുത്ത് 1.5 ലക്ഷം റുപ്യ ഉള്ളൂ. ബാക്കിയുള്ള 1.5 ലക്ഷം റുപ്യക്ക് ഞാൻ എങ്ങോട്ട് പോവാനാ? നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. എന്റെ സ്വർണമൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അതൊക്കെ കൊണ്ട് നമുക്ക് പണയം വെക്കാം. നിങ്ങളുടെ കയ്യിൽ കാശ് വന്നതിന് ശേഷം നമുക്കത് തിരിച്ചെടുക്കാം. ശരി, ഇത് നല്ല ആലോചന തന്നെയാണ്. ഗൗരവ് ലതയുടെ എല്ലാ സ്വർണവും കൊണ്ടുപോയി പണയം വെച്ചു. എന്നിട്ട് അദ്ദേഹം ബാങ്കിൽ ചേർത്ത് വെച്ചിരുന്ന കാശും എടുത്തുകൊണ്ട് വന്നു. ചേട്ടാ, പൈസക്കുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തു കഴിഞ്ഞു. എന്റെ പൊന്നെ, എന്നാ നാളെ തന്നെ നമുക്ക് മാർക്കറ്റിൽ പോയി സംസാരിക്കാം. എന്താ, ശരിയല്ലേ? ശരി ചേട്ടാ. ഗൗരവും സുധാൻജിയും ചേർന്ന് മുതലാളിയുടെ കയ്യിൽ കൊണ്ടുപോയി കാശ് നൽകി. പിന്നീട് മുതലാളി തന്റെ കയ്യിലുണ്ടായിരുന്ന താക്കോൽ സുധാൻജിയുടെ കയ്യിൽ നൽകി. അവസാനം നമ്മുടെ സ്വപ്നവും നിറവേറി കഴിഞ്ഞു. ഇപ്പൊ നീ ഒരു കാര്യം ചെയ്യ്. നീ നിന്റെ കടയിലേക്ക് പോട്. ഞാനിപ്പോ ഇവിടെയുള്ള മെയിൻ്റെനൻസും പിന്നെ കൗണ്ടറൊക്കെ റെഡി ആക്കിയിട്ട് കൊണ്ടുവരാം. അതുവരെ ആ സന്തോഷത്തിൽ നീ അവിടെ കച്ചവടം ഉണ്ടാക്കൂലേ? ശരി ചേട്ടാ. ഗൗരവ് അവിടെ നിന്ന് കടയിലേക്ക് പോയിട്ട് അവൻ ഉരുളക്കിഴങ്ങ് പപ്സ് വിൽക്കാൻ തുടങ്ങി. ദിവസങ്ങൾ കടന്നുപോയി. സുധാൻജിയുടെ പക്കോട കട മൂടി തന്നെ ഇരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം ഗൗരവ് ആ കട നോക്കാനായി വന്നപ്പോൾ അവിടെ സുധാൻജി നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ പക്കോട വിറ്റുകൊണ്ടേയിരുന്നു. പിന്നെ കടയിൽ ഒരു കൗണ്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചേട്ടാ, കൗണ്ടർ വളരെ നന്നായിട്ടുണ്ട്. പക്ഷെ എന്റെ കൗണ്ടർ എവിടെ പോയി? ഏത് കൗണ്ടർ? എങ്ങനത്തെ കൗണ്ടർ? ഈ കട എന്റേതാണ്. ഇവിടെ ഒരു കൗണ്ടറേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഞങ്ങളെ എങ്ങനെ പറ്റിക്കാൻ പാടില്ല. ഈ കടയിലുള്ള പകുതി പൈസ ഞാനാണ് തന്നത്. അങ്ങനെയാണോ? അങ്ങനെ എന്തെങ്കിലും കൊടുത്ത ആധാരം നിന്റെ അടുത്തുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പോയി കംപ്ലൈന്റ് കൊടുക്കടാ. പൊയ്ക്കോ. ഗൗരവിന് ഒന്നും തന്നെ മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നതെന്ന്. അവന്റെ മൊത്ത കാശും നഷ്ടപ്പെട്ടു പോയി. ഗൗരവ് കരഞ്ഞുകൊണ്ട് തന്നെ കാട്ടിനകത്തോട്ട് നടന്നു ചെന്നു. അയ്യോ എന്റെ ദൈവമേ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചെയ്തത്? ഞാൻ ആലോചിച്ചു തോന്നു, പക്ഷെ നടക്കുന്നത് വേറെയാണല്ലോ. ഇതിന് പകരം നിങ്ങൾ എന്നെ കൊന്നാൽ മതിയായിരുന്നു. ഗൗരവിന്റെ സങ്കടം കണ്ട് അവിടെ പെട്ടെന്നൊരു ദേവി പ്രത്യക്ഷപ്പെട്ടു. ഗൗരവ്, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല മോനെ. നീ യഥാർത്ഥത്തിൽ വളരെ നല്ലവനാണ്. നീ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. ആ നന്മയൊക്കെ നിന്നെ തീർച്ചയായും രക്ഷിക്കും. അതെങ്ങനെ? ഈ മരത്തിലുള്ള തുളയിൽ നീ കൈയിടൂ. അതിൽ നിന്നും കിട്ടുന്നതെല്ലാം നിനക്ക് തന്നെ സ്വന്തമാണ്. ശരി അമ്മേ. ഗൗരവ് ആ മരത്തിലുള്ള തുഴയിൽ കൈയിട്ടു. അവൻ അതിൽ നിന്നും ഒരു സ്വർണ്ണ കോയിൻ കിട്ടി. പിന്നീട് ഗൗരവ് ഒരുപാട് സ്വർണ്ണ കോയിനുകൾ എടുത്തു. നിങ്ങൾക്ക് നന്ദി. നിങ്ങൾക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഈ സ്വർണം കൊണ്ട് എന്റെ ജീവിതം തന്നെ മാറിപ്പോവും അമ്മേ. ഓർമ്മ വെച്ചോളൂ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഞാൻ എപ്പോഴും ജനങ്ങൾക്ക് നല്ല കാര്യം ചെയ്യുള്ളൂ അമ്മേ. ഗൗരവ് ലതയുടെ സ്വർണങ്ങളൊക്കെ തിരിച്ചെടുത്തു. പുതിയ വീട് വെച്ചു. പിന്നെ സ്വന്തമായി പുതിയൊരു കടയും തുടങ്ങി. അവന്റെ ആവശ്യങ്ങളെല്ലാം തന്നെ നിറവേറി. മറ്റൊരു വശത്ത് സുധാൻജിയുടെ ചീത്ത ചിന്തകൾ കാരണം അവന്റെ വ്യാപാരം നല്ല രീതിയിൽ നടന്നില്ല. അവൻ ആ കട വിറ്റിട്ട് വീണ്ടും തന്റെ റോഡ് കടയിലേക്ക് തന്നെ പോയി. ഇതിൽ നിന്നും എന്തു മനസ്സിലായെന്നാൽ നമ്മൾ നല്ലത് വിചാരിച്ചാൽ നല്ലതേ നടക്കൂ, പിന്നെ ചീത്ത വിചാരിച്ചാൽ ചീത്തയും. മേഘ്പൂർ എന്നൊരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൽ മുഴുവൻ 10 ദിവസവും ബ്രഹ്മാണ്ഡമായ ഉത്സവം നടക്കും. ജനങ്ങൾ നല്ല കച്ചവടം ചെയ്യാനും സന്തോഷമായിരിക്കാനും ഇതാണ് കൃത്യസമയം. അതേ ഗ്രാമത്തിൽ 2 ചെറുപ്പക്കാർ കൂട്ടുകാരുണ്ട്, ശശാന്ത് പിന്നെ പ്രശാന്ത്. അവർ ആ ഉത്സവത്തിൽ അവരവരുടെ പാനിപൂരി വിൽക്കുമായിരുന്നു. ആദ്യം അവർ രണ്ടുപേരും ഒരേ കടയായാണ് തുടങ്ങിയത്. പക്ഷേ ശശാങ്കിന്റെ പ്രവൃത്തി കൊണ്ട് പ്രശാന്ത് ഒറ്റയ്ക്ക് ചെന്ന് സ്വന്തമായൊരു പാനിപൂരി കട തുടങ്ങി. ശശാന്ത് എപ്പോഴും പ്രശാന്തിന് വിക്കലുള്ളത് കൊണ്ട് അവനെ കളിയാക്കിക്കൊണ്ടേയിരിക്കും. പക്ഷേ പ്രശാന്തിന്റെ കച്ചവടം വളരെ നന്നായി നടന്നു. എന്തെന്നാൽ അവൻ സത്യസന്ധനാണ്. അയ്യോ, അടുത്ത ആഴ്ച ഉത്സവം തുടങ്ങുകയാ. ശശാങ്ക്, നീ എന്ത് ചെയ്യാനാ ചിന്തിക്കുന്നത്? എന്തെങ്കിലും ലാഭം കിട്ടണമോ വേണ്ടയോ? എന്റെ പേര് ശശാങ്ക്. ലാഭത്തിനെ കുറിച്ച് എന്നോട് പറയുന്നു. കണ്ടു നിന്നോ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നെന്ന്. എപ്പോഴും താൻ ഇതാ പറയുന്നത്. തന്നേക്കാൾ ലാഭത്തിൽ എൻ്റെ അനിയൻ പ്രശാന്ത് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞത് ശരിയാ. പ്രശാന്തിന്റെ ബുദ്ധി അപാരമാ, നന്നായി അധ്വാനിക്കുന്നുണ്ട്. അത് ഞാൻ അവസാനിപ്പിച്ചു തരാം.
ഇത്തവണ ഞാനേ അധികമായി സമ്പാദിക്കൂ. എടോ ശശാങ്ക്, പ്രശാന്ത് തന്നെ കുറിച്ച് നന്നായിട്ടാ പറയുന്നത്, എന്നാൽ എപ്പോഴും താൻ അവനെ മോശപ്പെടുത്തുന്നു. എടോ മൊട്ടെ, തന്റെ ജോലി നോക്ക്. ചായ കുടിച്ചിട്ട് കളി കണ്ടുകൊണ്ടിരിക്കേ. ശശാന്ത് വളരെ ദേഷ്യത്തിൽ ചായ പോലും കുടിക്കാതെ അവിടെ നിന്ന് പുറപ്പെട്ടു. എന്താ പ്രശാന്ത്, ഇത്തവണ ഉത്സവത്തിന് വരുന്നോ ഇല്ലയോ? എടോ പറയടോ, താൻ എന്തിനാ വിഷമിക്കുന്നത്? ഞാൻ തനിക്ക് പറഞ്ഞു തരാം കച്ചവടം എങ്ങനെ ചെയ്യണമെന്ന്. ഞാൻ ഇതുകൊണ്ടാണ് തന്നോടൊപ്പം കട തുറക്കാത്തത്. നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട്. വാ വാ, തന്നെ കണ്ടോളാം. ആ ഉത്സവത്തിൽ ഞാനേ ജയിക്കുകയുള്ളൂ. ഉത്സവത്തിന്റെ ആദ്യ ദിവസം ശശാന്ത് തന്റെ പാനിപൂരി കട തുടങ്ങി. പിന്നെ പ്രശാന്ത് കറുത്ത പാനിപൂരി കട തുടങ്ങി. ജനങ്ങൾ കറുത്ത പാനിപൂരിയെ കുറിച്ച് ഇപ്പോഴാണ് കേൾക്കുന്നത്. അതുകൊണ്ട് ആദ്യ ദിവസം തന്നെ പ്രശാന്തിന് വളരെ നല്ല കച്ചവടം നടന്നു. പ്രശാന്തിന്റെ കടയ്ക്ക് ചുറ്റും കസ്റ്റമേഴ്സിന്റെ വലിയ കൂട്ടം തന്നെ വന്നു. എടോ പ്രശാന്ത്, താൻ പുതിയതായി എന്തോ വിൽക്കുന്നുണ്ടല്ലോ. താലി പാനിപ്പൂരിയോ? ഞാനും കഴിച്ചു നോക്കി സന്തോഷപ്പെടട്ടെ. താൻ എൻ്റെ വയറ് കണ്ടില്ലേ? ഞാൻ 4 പ്ലേറ്റ് ഇവിടെ തന്നെ കഴിച്ചു തീർക്കും. അതിനുശേഷം വീട്ടിലും പോയി നന്നായി കഴിക്കും. ശരി, ഇതാ ഞാൻ ഇപ്പോൾ തന്നെ തരാം. പിന്നെ നല്ല സാധനങ്ങളിട്ട് ഞാൻ ഇത് ചെയ്യാം, എന്നാലേ രുചി കിട്ടൂ. ശശാന്ത് പ്രശാന്തിന്റെ കട കണ്ട് ഒരുപാട് അസൂയപ്പെട്ട ആദ്യ ദിവസം തന്നെ തന്റെ കടയടച്ച് അവിടെ നിന്ന് പുറപ്പെട്ടു പോയി. അയ്യോ, ഞാനും ഈ കാലിയായ പാനിപൂരി തന്നെ വിൽക്കണമെന്ന് തോന്നുന്നല്ലോ. ഇതിലൂടെ എനിക്ക് ലാഭം കൊയ്യാൻ പറ്റൂ. എന്തു പറ്റി മോനെ? ഒറ്റയ്ക്ക് എന്താ നീ പെറുപെറുക്കുന്നത്? എന്ത് സംഭവിച്ചു? ശശാന്ത് തന്റെ അമ്മയോട് സംഭവിച്ചതെല്ലാം പറഞ്ഞു. അതാണ് കാര്യമെങ്കിൽ നീ നാളെ മുതൽ കറുത്ത പാനിപൂരി വിൽക്കാൻ തുടങ്ങ്. പിന്നെ സത്യസന്ധത ഉണ്ടാകണം. അടുത്തവരുടെ കച്ചവടത്തിൽ ശ്രദ്ധ ഉണ്ടാക്കാതിരുന്നാൽ നിന്റെ കച്ചവടം വളരെ നന്നായി നടക്കും. അടുത്ത ദിവസം ഉത്സവത്തിൽ ശശാന്ത് പ്രശാന്തിന്റെ കടയ്ക്ക് നേരെ തന്റെ കറുത്ത പാനിപൂരി കട തുടങ്ങി. പക്ഷേ പ്രശാന്ത് വളരെ സത്യസന്ധന നല്ല മനസ്സുമുള്ളതുകൊണ്ട് നാട്ടുകാരും പിന്നെ ഉത്സവത്തിന് വന്ന ജനങ്ങൾ എല്ലാവരും അവന്റെ കടയിലേക്കാണ് കറുത്ത പാനിപൂരി കഴിക്കാനായി വന്നത്. അതെല്ലാം കണ്ട് ശശാന്ത് വളരെ വിഷമിച്ച് നിന്നുകൊണ്ടിരുന്നു. അപ്പോഴാണ് അവന്റെ കടയിലേക്ക് ഒരു സ്ത്രീ വന്നത്. എടാ മോനെ, ഒരു 10 പ്ലേറ്റ് കറുത്ത പാനിപൂരി പാർസൽ ചെയ്യേ, വീട്ടുകാർക്ക് കൊണ്ട് കൊടുക്കാനാ. പിന്നെ ഇതാ 2000 രൂപയുടെ നോട്ട്, വേഗം ചെയ്യേ. ആ സ്ത്രീയെയും പിന്നെ അവൾ കൊടുത്ത പൈസയും കണ്ട് ശശാന്തിന്റെ മനസ്സിൽ അത്യാഗ്രഹം തോന്നി. അവന്റെ കണ്ണുകൾ മിന്നാനായി തുടങ്ങി. ഞാൻ നിങ്ങളുടെ പാർസൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതുവരെ നിങ്ങളിവിടെ ഇരിക്കൂ. വേഗം ചെയ്യേ, എനിക്ക് വീട്ടിലേക്ക് പോണം. ശശാന്ത് പാനിപൂരി പാർസൽ ചെയ്ത് അവർക്ക് കൊടുത്തു. എന്റെ കയ്യിൽ ചേഞ്ച് ഇല്ല. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഉത്സവം കഴിയുന്നതും എന്റെ അടുത്തേക്ക് വരൂ. ഞാൻ നിങ്ങളുടെ പണം തിരിച്ചു തരാം. ശരി ശരി, പക്ഷെ തീർച്ചയായും തരണം കേട്ടോ. നന്നായി. അവന്റെ കടയിൽ കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. അതെന്തായാലും നന്നായി. അതെ. എന്നാലും പ്രശാന്തിന്റെ കടയിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അത് കണ്ടത് ശശാന്ത് വീണ്ടും ദേഷ്യപ്പെട്ടു. അവൻ പ്രശാന്തിന്റെ പാനിപൂരിയിൽ എന്തെങ്കിലും കലർത്തണമെന്ന് തീരുമാനിച്ചു. പ്രശാന്തിന്റെ പാനിപൂരിയിൽ ശശാന്ത് എലിവിഷൻ കലർത്തണമെന്ന് തീരുമാനിച്ചു. ഈ പ്രശാന്ത് ചെക്കൻ ആ കടയിൽ നിന്ന് പോകുന്നത് പോലെ എന്തെങ്കിലും ചെയ്യണമല്ലോ. ഇവനെ ഒരു പാഠം പഠിപ്പിക്കണം. ശരിയാക്കി തരാം. ആദ്യം എന്റെ പൈസ താ. നീ ചില്ലറ വാങ്ങിയോ അതോ ഇല്ലയോ? എന്തു പണം? നിങ്ങൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല. ആഹാ, ഇന്ന് രാവിലെ നിന്റെ കയ്യിൽ നിന്ന് ഞാൻ പാനിപൂരി വാങ്ങിട്ട് പോയത്. 2000 രൂപ നോട്ടും ഞാൻ തന്നിരുന്നു. എനിക്കെങ്ങും അറിയില്ല. പോയിവിടെ നിന്ന് ടൈം വേസ്റ്റ് ചെയ്യാതെ പോകോ. ശശാന്തിന്റെ ശ്രദ്ധ പ്രശാന്തിന്റെ കടയിലേക്ക് പോയി. അവൻ തന്റെ കട തുറന്നു വെച്ച് എവിടേക്കോ പോയിരുന്നു. ചേട്ടാ, ഈ കട കുറച്ചു നേരം ഒന്ന് നോക്കാമോ? ഞാൻ ഇപ്പൊ വരാം. എടോ പ്രശാന്ത്, പോയിട്ട് വാ. ഞാൻ നന്നായി നോക്കിക്കോളാം. പോക്കോ, പേടിക്കാതെ പോയിട്ട് വാ. പ്രശാന്ത് കടയിൽ നിന്ന് പോയതും ശശാന്ത് കൃത്യസമയം നോക്കി പ്രശാന്തിന്റെ കടയിൽ ചെന്ന് അവിടെയുള്ള പാനിപൂരിയിൽ എലിവിഷം കലർത്തിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് ബൊമ്മക്കടക്കാരൻ ശശാന്തിനെ നോക്കി ഇങ്ങനെ പറഞ്ഞത്.
എടോ താൻ എന്താ ഈ ചെയ്യുന്നത്? പ്രശാന്തിന്റെ കടയിൽ വന്ന് താൻ എന്താ ഈ ചെയ്യുന്നത്? പോയിട്ട് പിന്നെ വാ. എടോ പാവക്കടക്കാരാ, താൻ തന്റെ ജോലി നോക്ക്, ഇല്ലെങ്കിൽ താൻ ഇനി കുഞ്ഞുങ്ങളോടൊപ്പം കളിക്കില്ല. ശശാങ്ക് പ്രശാന്തിന്റെ കടയിലുള്ള പാനിപൂരിയിൽ എലിയെ കൊല്ലാനുള്ള മരുന്ന് കലർത്തിക്കൊണ്ട് അവിടെ നിന്ന് ഉടനെ തിരിച്ചുപോയി. ബൊമ്മ വിൽക്കുന്ന കടക്കാരൻ ദൂരെ നിന്ന് ശശാങ്ക് ചെയ്യുന്നതെല്ലാം കണ്ടു. പക്ഷെ അവന്റെ അടുത്ത് കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ട് അവന് ശരിക്കും ശ്രദ്ധിക്കാനേ കഴിഞ്ഞില്ല. അതിന് കുറച്ചു നേരത്തിന് ശേഷം പ്രശാന്തിന്റെ കടയിലേക്ക് ഒരാൾ തന്റെ മകനോടൊപ്പം വന്നു. എനിക്കും പാനിപൂരി കഴിക്കണം. ഇതാ. ആ ചെറിയ പയ്യൻ പ്രശാന്തിന്റെ പാനിപൂരി കഴിച്ചതും ആ ചെറിയ കുട്ടി കുറച്ച് സമയം കൊണ്ട് തല കറങ്ങി താഴെ വീണു. പ്രശാന്ത് ഒന്നും ചിന്തിക്കാതെ എല്ലാം വിട്ട് ആ ചെറിയ പയ്യനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ആ പയ്യൻ രക്ഷപ്പെട്ടു. പക്ഷെ ആ ഗ്രാമം മുഴുവനും പ്രശാന്തിന്റെ പാനിപൂരി കഴിച്ചതുകൊണ്ട് ഒരു പയ്യന് സുഖമില്ലാതായിന്ന് എല്ലാവരും സംസാരിച്ചു. അതുകൊണ്ട് നാട്ടുകാരെല്ലാവരും പ്രശാന്തിന്റെ പാനിപൂരി കഴിക്കരുത് എന്ന് തീരുമാനിച്ചു. വേഗം കൊണ്ടുവന്ന് ഇവന്റെ ജീവൻ നിങ്ങൾ രക്ഷിച്ചു. ഇപ്പോൾ നോക്കെന്ത് സംഭവിക്കുന്നെന്ന്. ഈ പ്രശാന്ത് ഒരു ബുദ്ധിശാലി എന്നല്ലേ അവന്റെ വിചാരം. ഗ്രാമത്തിൽ നിന്നും അവനെ അടിച്ചോടിക്കും. പ്രശാന്തിന്റെ ആ വിഷ പാനിപൂരി കഴിച്ച് ആ കുഞ്ഞ് ഹോസ്പിറ്റലിലായി. എല്ലാവരും പറയൂ, ഇവനെ എന്ത് ചെയ്യണം? ഇതിന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഗ്രാമത്തിൽ നിന്നും ഓടിക്കൂ, അല്ലെങ്കിൽ ഗ്രാമജനങ്ങളെ ഇവൻ കൊന്നുകളയും. ഞാൻ ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്തിട്ടേ ഇല്ല. പ്രശാന്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടതും അവിടേക്ക് ബൊമ്മക്കടക്കാരൻ വന്ന് ഇങ്ങനെ പറഞ്ഞു. ശിക്ഷയൊക്കെ പ്രശാന്തിനല്ല, ശശാങ്കിനാണ് കൊടുക്കേണ്ടത്. പ്രശാന്ത് ഇല്ലാത്ത സമയം ഇയാൾ പാനിപ്പൂരിയിൽ എന്തോ കലർത്തി. എടോ, താൻ വെറുതെ കള്ളം പറയരുത്. താൻ എന്തിനാ അവനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് അറിയാം. നിങ്ങൾ രണ്ടുപേരും സുഹൃത്തുക്കളല്ലേ? സംഭവിക്കുന്നതെല്ലാം കണ്ട് ഇതിനു മുന്നേ ശശാന്തിന്റെ കടയിൽ വന്ന് ശശാന്തിന് പൈസ കൊടുത്ത ആ സ്ത്രീ മുന്നോട്ട് വന്ന് ഇങ്ങനെ പറഞ്ഞു. ഈ ബൊമ്മക്കടക്കാരൻ പറയുന്നത് നുണയാണെങ്കിൽ ഞാൻ സാക്ഷി കൊടുക്കാൻ വരാം. ഇതെല്ലാം ഈ ശശാന്ത് ചെയ്ത പണിയാ. ഇവനാണ് ഇതൊക്കെ ചെയ്തത്. അവൻ എന്റെ പൈസയും പറ്റിച്ചു. പിന്നെ പ്രശാന്തിന്റെ പാനിപൂരിയിൽ ഇവനാണ് എലിയെ കൊല്ലുന്ന വിഷം കലർന്നത്. എന്നോട് ക്ഷമിക്കൂ, ചെയ്തത് ഞാനാണ്. പ്രശാന്തിനെ കണ്ട് അസൂയപ്പെട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്നോട് ക്ഷമിക്കൂ. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാമത്തിൽ നിന്നും നീയാണ് പോകേണ്ടത്. ദൂരെ പോകണം. ഗ്രാമത്തിന്റെ അടുത്തെങ്ങാനും ഇനി നിന്നെ കണ്ടാൽ പിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല. അങ്ങനെ പറഞ്ഞ് നാടിന്റെ തലവൻ ശശാന്തിനെ അവിടെ നിന്ന് പുറത്താക്കി. പിന്നെ പ്രശാന്ത് അവന്റെ പാനിപൂരി കച്ചവടം വീണ്ടും തുടങ്ങി. അതോടൊപ്പം അവന്റെ കച്ചവടം നന്നായി നടന്നു.